നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ ജീവിതത്തിൽ അന്വേഷിക്കുന്നത് എന്താണ്. അതിന് നമ്മൾ ചില വാക്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ആൾക്കാർ ആ വാക്കിൽ കയറി പിടിക്കും. അപ്പം സമാധാനം എന്ന് പറയുന്ന, ശാന്തി എന്ന് പറയുന്നൊരു സാധനമാണ് അന്വേഷിക്കുന്നത്. അതിലാർക്കും തർക്കമില്ല. എല്ലാവരോടും നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ്. അപ്പം ഇത് മതിയോ? ജീവിതത്തിൽ മതി. അത് 100% എല്ലാവരും പറയുന്നു. പിന്നെ അടുത്തത്, നമുക്കിത് എങ്ങനെ നമുക്കിതിലൂടെ കടക്കാൻ പറ്റും? ശാന്തിയും സമാധാനവും. അല്ലാതെ നമ്മൾ എന്തായാലും പറയുന്ന ആത്മീയതയെന്നോ ശുദ്ധബോധം എന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഉടനെ ഇത് നമുക്കുള്ളതല്ല, ഇത് നമുക്ക് വേണ്ടാന്ന് ഇത് കേൾക്കുന്നത് അവിടെ അവസാനിപ്പിക്കും. അപ്പോൾ ശാന്തിയും സമാധാനവും വേണമെങ്കിൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മളെ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ വേറെ വ്യക്തികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അവർക്ക് എന്ത് സംഭവിക്കുന്നു, ഒന്നെങ്കിൽ അവർ പറഞ്ഞതോ അവരെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതോ ആണ് നമ്മൾ വായിക്കുകയും കേൾക്കുന്നത്. ഇതാണ് നമ്മൾ എല്ലാ ദിവസവും കൈയടിച്ച് പാസ്സാക്കുന്ന കാര്യം. ഇതാണ് നമ്മൾ വെച്ചിട്ട് ഇവരവിടെ എത്തി, നമ്മളെന്താ ഇവിടെ ഇരിക്കുന്നത്, നമ്മളെന്താ ഇങ്ങനെ എന്നുള്ള പ്രോസസ്സിലാണ് നമ്മൾ ലോകത്തുള്ള എല്ലാവരും. ഇത് കടക്കുന്നത് വരെ, കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചിന്തയില്ല, പിന്നെ ഇതൊന്നും കേൾക്കാനോ ഇതിനൊക്കെ അപ്പുറത്തേക്കാണ്. അപ്പം എന്താണ് ഇതിൻ്റെ തടസ്സമെന്ന് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ജനിച്ച് എത്ര വർഷം നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ കൂടെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സ് എന്നാണോ നമ്മളിലേക്ക് വന്നത്, മനസ്സെന്ന് ഉദ്ദേശിക്കുന്നത് കോൺഷ്യസ്നെസ്, ബോധ മനസ്സോടുകൂടി നമ്മൾ എത്ര കാലം ഉണ്ടായിരുന്നു. 3 വയസ്സാണോ, 4 വയസ്സാണോ, 5 വയസ്സാണോ, അല്ലെങ്കിൽ 7 വയസ്സാണോ? ഇതൊക്കെ പലരും പല പ്രായം പറയും. അതൊന്നും കേൾക്കരുത്. അവരവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. അവരവരുടെ പുസ്തകം തന്നെ തുറന്നിട്ട് അവരവർ പഠിക്കുക. പറ്റുമെങ്കിൽ ഒരു പുസ്തകം എഴുതി ഇത് നമ്മൾ നോക്കുക. എന്നിട്ട് നമുക്കിത് ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും നമുക്കിതുണ്ടായിരുന്നു. ഏത് ഏജ് വരെ? ആ ഏജിൽ നമ്മൾ കണ്ടെത്തുക. എവിടെ തൊട്ടിത് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ അന്വേഷിക്കുമ്പം, എവിടെയാണോ നമ്മുടെ സമൂഹവും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മളിലേക്ക് കുറേ നിർദ്ദേശങ്ങൾ തന്നു. നിങ്ങളിത് കഴിക്കൂ, നിങ്ങളിങ്ങനെ ചെയ്യൂ, ഇത് പഠിക്കൂ, അത് ചെയ്യൂ എന്ന് നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ തന്നു. ഇതാണ് നമ്മുടെ മനസ്സിൽ കയറിയിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലൂടെ അല്ല മുമ്പോട്ട്, ബോധ മനസ്സോടുകൂടി അല്ല. ഉപബോധ മനസ്സിൽ ഒരു 10,000 ഇൻസ്ട്രക്ഷനുണ്ട്. ഇതൊക്കെ ചില ബിസിനസ്സുകാരും കച്ചവടക്കാരും ചില ടാർജറ്റ് കൊടുക്കുന്ന കണക്കാണ്. ഒരു ആയുഷ്കാലത്ത് എത്താൻ പറ്റാത്ത ടാർജറ്റുകളാണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതാണ് നമ്മൾ സന്തോഷവും സമാധാനവും കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ സമൂഹവും ഈ പുസ്തകങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ലോകത്തെ കീഴടക്കി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ്, അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടപ്പുണ്ട്. ഇതിനെ തൂത്തുവാരി കളഞ്ഞാൽ മതി. ഈ ചവറിനെ തൂത്തുവാരി കളഞ്ഞാൽ മതി. ഇത് തൂത്തുവാരി കളഞ്ഞാൽ മാത്രം പോരാ, പുതിയ ചവറ് വരാൻ പാടില്ല. പുതിയ ചവറ് എവിടെ നിന്നാണ് വരുന്നത്? നമുക്ക് ചുറ്റും തന്നെ. ആരാണ് തരുന്നത്? വേണമെങ്കിൽ ഇലുമിനേറ്റി എന്ന് പറയാം. വേൾഡിലെ ഒരു 8-10 കോർപ്പറേഷൻ, അവരാണ് ലോകം കൺട്രോൾ ചെയ്യുന്നത്. അവരാണ് ഇതെല്ലാം പടച്ചിറക്കുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന ഓരോ വസ്തുവും ഇതെല്ലാം നമ്മളിലേക്ക് തള്ളിക്കയറ്റുന്നത് ഇവരാണ്. നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നോക്കി. ആദ്യം എന്തായിരുന്നു? വീട്ടിൽ സൈക്കിളില്ലെങ്കിൽ നമുക്കൊരു സൈക്കിൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹം വരും. വീട്ടിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ, ബൈക്കില്ലെങ്കിൽ ബൈക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം വരും. ഇനി അതല്ല, കാറില്ലെങ്കിൽ കാറ് വാങ്ങിക്കണമെന്ന് ആഗ്രഹം വരും. ഇനി സൈക്കിളും ബൈക്കും കാറും സ്ഥലവും വീടും ഉണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാളും വലുത് വാങ്ങിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. എന്തിനാണ് നമ്മൾ ശ്രമിച്ചത്?
എന്തിനാണ് നമ്മൾ ഈ കണ്ട കോഴ്സുകളെല്ലാം പഠിച്ചത്? ഇതൊക്കെ ഓരോരുത്തർ തള്ളിക്കയറ്റിയ കാര്യങ്ങളാണ്. ഇത് ഗംഭീരമാണ്, ഇത് ചെയ്താൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ എടുത്താൽ സിവിൽ സർവീസ്, IAS IPS ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യമായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്നും നമ്മൾ പുറത്ത് കടന്നാൽ മാത്രമേ ഈ സന്തോഷവും സമാധാനവും വരും. അപ്പം നമ്മൾ ആ ചൈൽഡ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോവുകയും നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പം ശരിക്കും ഒരു എഫേർട്ടും വേണ്ട. ആ കുട്ടി എങ്ങനെ ഇരുന്നു അതുപോലെ ഇരുന്നാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം ജീവിക്കാനുള്ളതും ആഹാരവും ഒക്കെ എല്ലാ കാലത്തും നമ്മുടെ ഇല്ലെങ്കിലും സർക്കാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം തെറ്റായ നിർദ്ദേശങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സം. അതിനെ ആ ചവറിനെ വാരി എടുത്ത് കളഞ്ഞിട്ട് പുതിയ ചവർ അതിനകത്ത് വാരി, ചവറെന്ന് ഉദ്ദേശിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ പുസ്തകം, ഏറ്റവും വലിയ ചിന്തകൻ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അതിനകത്ത് എടുത്തിടും. അത് പാടില്ല, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ഇതിൽ വേണ്ടത് സ്വാതന്ത്ര്യമാണ്, 100% സ്വാതന്ത്ര്യമാണ്. അപ്പോഴാണ് സമാധാനവും സന്തോഷവും വരുന്നത്. ഇംഗ്ലീഷിലൊക്കെ ഇൻ്റലിജൻസ് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കും, കോൺഷ്യസ്നെസ്, അവയർനെസ് എന്നൊക്കെ ഉപയോഗിക്കും. ഇത് ബോധം, ശുദ്ധബോധം എന്ന് മലയാളത്തിൽ പറയും. അപ്പം ഇതാണ് ഉദ്ദേശമെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. അതല്ല, വസ്തു വാങ്ങിക്കണം, കാറ് വാങ്ങിക്കണം, പൈസ വേണമെങ്കിൽ അതിന് സബ് കോൺഷ്യസ് മൈൻഡിൽ അതിനുള്ള ഇൻപുട്ടുകളും കൊടുത്താൽ മതി. ആ ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പം അതായി വരും. അതിൻ്റെ എക്സ്പേർട്ട് ആൾക്കാരുണ്ട്, അവരെ കേൾക്കുക, അവരെ വായിക്കുക, അവർ പറയുന്നതൊക്കെ. അവിടെ സന്തോഷവും സമാധാനവും കിട്ടത്തില്ല. അത് സത്യമല്ല, അത് പരമമായ സത്യമല്ല, അത് ശുദ്ധബോധമല്ല എന്ന് തിരിച്ചറിയാതെ നമ്മൾ പോയാൽ ഒരു കാലത്തും, ഈ ജന്മത്തിലല്ല ഒരു ജന്മത്തിലും സന്തോഷവും സമാധാനവും കിട്ടത്തില്ല. അപ്പോൾ ശാന്തിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത് ചെയ്യാനല്ല, ഒന്നും ചെയ്യാതിരിക്കുന്നതിന് എന്തെങ്കിലും വേണോ? എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അത് നമ്മളെ സമാധാനത്തിനെ കെടുത്തും. നേച്ചറിനൊരു ഇൻ്റലിജൻസ് ഉണ്ട്, അതനുസരിച്ചാണ് നമ്മൾ ജനിച്ചത്, നമ്മൾ പഠിച്ചത്, നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ അടുത്ത തലമുറയും എല്ലാ തലമുറയും ഇത് കടന്നു പോകും. നമുക്കൊരു പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയും അറിയാമായിരിക്കും, നമ്മുടെ അപ്പൂപ്പനെ അറിയാമോ? അപ്പോൾ ആൾക്കാരെ അറിയാം, അവരുടെ അച്ഛനും അവരുടെ അച്ഛനും അറിയാം? ഇല്ല. അതുവരേ ഉള്ളൂ. 2 തലമുറയുടെ ഫോട്ടോ, വേണേൽ ഒരു 3 തലമുറയുടെ ഫോട്ടോ കാണും, അതിനപ്പുറം ഇല്ല. ഓർക്കുന്നു പോലുമില്ല, നമ്മളെ ഒരാൾ ഓർക്കുന്നില്ല. അപ്പോൾ ആൾക്കാർ പറയും, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, നിങ്ങൾ എത്ര ബുക്ക് പബ്ലിഷ് ചെയ്തു, എത്ര പ്രഭാഷണം നടത്തി. അങ്ങനെ പ്രഭാഷണം നടത്തിയ പലരും കടന്ന് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയതൊന്നും വായിക്കാൻ പോലും ആളില്ല, കേൾക്കാൻ പോലും ആളില്ല. നമ്മളിന്ന് രാവിലെ എണീറ്റു നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ആരാ അന്വേഷിക്കുന്നത്? വീട്ടിലുള്ളവരാ? അവരേതോ ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അവരും ഈ പറഞ്ഞ ടാർജറ്റുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യം തിരിച്ചറിയുക. ആൾക്കാരെ കുറ്റം പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ കൊണ്ട്, ഇന്നത് സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ല എന്ന് പഴി പറഞ്ഞാൽ അത് നമ്മുടെ തലയിൽ മണ്ണ് വാരിയിടുന്നതിന് സമമാണ്. അതുകൊണ്ട് ഇത് തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് ഒരു പുസ്തകത്തിലുമില്ല, ഒരാളും പറയത്തില്ല. കാര്യം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുക, അല്ലെങ്കിൽ വിജയിക്കുക, യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, അഭ്യാസം ചെയ്യുക, ഇത് അവരുടെ കച്ചവട തന്ത്രമാണ്. ഓരോ സ്ഥാപനത്തിനും പൈസ ഉണ്ടാക്കാനുള്ള തട്ടിപ്പിൻ്റെ ഭാഗമാണ്. ഇത് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് നമുക്ക് എപ്പോഴും ആൾ വേണം, സ്ഥലം വേണം, പുസ്തകം വേണം, അല്ലെങ്കിൽ അവിടെ പോയാൽ അത് കിട്ടും, ഇവിടെ പോയാൽ ഇത് കിട്ടും. സന്തോഷവും സമ്മാനവും കിട്ടത്തില്ല. ചിലപ്പോൾ വസ്തു കിട്ടുമായിരിക്കും, കാറ് കിട്ടുമായിരിക്കും, കോടിക്കണക്കിന് രൂപ കിട്ടുമായിരിക്കും. ഇതൊക്കെ ഇല്ലാത്തവന് അത് വേണം, ഉള്ളവന് പിന്നെ ഇത് അന്വേഷിച്ച് പോകുന്നു. അപ്പം അങ്ങനെയല്ല ഇത് ജന്മനാ കിട്ടേണ്ട ഒരറിവാണ്. ഇതാണ് ശുദ്ധമായ അറിവ്, ശുദ്ധബോധം. ഇത് നമ്മുടെ വിദ്യാഭ്യാസ രീതികളിൽ ഇതെവിടെയും പഠിപ്പിക്കുന്നില്ല. നമ്മളെ എല്ലാം പഠിപ്പിച്ചത് യുദ്ധമാണ്, വയലൻസാണ്.
കൊച്ചിലേ തൊട്ടേ നമ്മൾ സ്വാതന്ത്ര്യ സമരം, പിന്നെ രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നു, രാജ്യം കീഴടക്കുന്നു. ഇത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. കാര്യം നമ്മുടെ മനസ്സിനകത്ത് ഇത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എല്ലാ ദിവസവും നമ്മൾ പുറത്തെടുക്കുന്നത്. എല്ലാ ദിവസവും നമ്മുടെ സംഭാഷണവും പെരുമാറ്റവും ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ യുദ്ധം ചെയ്യുമല്ലേ? ആരോട്? നമ്മളോട് തന്നെ യുദ്ധം ചെയ്യുന്നത്. എന്നിട്ട് പറയാണ് സന്തോഷവും സമാധാനവും ഇല്ല. ഞാൻ പറഞ്ഞത് ഇന്ന ആൾ കേട്ടില്ല. നമ്മൾ പറയുന്നത് വേറൊരാൾ കേൾക്കുന്നതിന്. അയാൾക്കൊരു പ്യുവർ ഇൻ്റലിജൻസ് ഉണ്ട്. നേച്ചർ അയാളെ ഡ്രൈവ് ചെയ്തോളും. നമ്മൾ ആരും ഇല്ലെങ്കിലും ഇപ്പോൾ കേരളത്തിലെ വയനാട് ഇൻസിഡൻ്റ് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ. വളരെ സിമ്പിളല്ലേ? ഉറങ്ങി എണീറ്റപ്പം കൂടെ ഉള്ളവരില്ല, ബാക്കിയുള്ളവർ ജീവിക്കുന്നില്ലേ? അപ്പോൾ അതെങ്ങനെയാണ്? ഇപ്പോൾ ഒരു അതിനകത്ത് ഒരു പെൺകുട്ടിയുടെ എല്ലാവരും പോയി, കഴിക്കാനിരുന്ന ആളിപ്പോൾ ഒരു ആക്സിഡൻറ്റും മരിച്ചു. ആ കുട്ടി ജീവിക്കുന്നില്ലേ? ജീവിക്കുന്നു. ഇത് തിരിച്ചറിയുന്നില്ല. നമ്മളിത് തിരിച്ചറിയുക. നമ്മൾ വസ്തുക്കളുടെ പുറകിലാണ്. എന്നിട്ട് നമ്മൾ കുറേ പണ്ടാര അറിവുകളും എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ്. നിസ്സാര കാര്യം നമുക്ക് നോക്കാമല്ലോ. ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്നത് ശരിയായ കാര്യമാണോ? അല്ല, പൊട്ടത്തെറ്റാണ്. നമ്മളാരോ പഠിപ്പിച്ച വിവരക്കേടാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്തിനെങ്കിലും കുറിച്ച് നമ്മൾ പഠിക്കാൻ നമ്മൾ ശ്രമിച്ചോ? ഇല്ല. ചെയ്യുന്നതെല്ലാം വിവരക്കേടുകളാണ്. എന്നിട്ട് നമുക്ക് സന്തോഷവും സമാധാനം വരുമോ? ഇല്ല. അതിന് ഈ ശാസ്ത്രം പഠിക്കണം. ഈ ഉപബോധ മനസ്സിലുള്ള ചവർണ വാരിക്കളഞ്ഞിട്ട് ഒരു പുതിയ സാധനവും ഫില്ല് ചെയ്ത് നമ്മൾ 5 വയസ്സ് വരെ നമ്മളെങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഒന്നിനെക്കുറിച്ചും ബോധർ ചെയ്യരുത്. ഈ രാജ്യത്ത് എല്ലാവർക്കും കിടന്നുറങ്ങാനും കഴിക്കാനും ഉള്ള വകയുണ്ട്. അതില്ലെങ്കിലും വയനാട് സംഭവിച്ചതുപോലെ അത് സർക്കാർ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവിടുത്തെ ചാരിറ്റി ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതല്ല, മനുഷ്യന് ഈ ആക്രാന്തമാണ്. അവനുള്ളത് പോരാ, അവന് ഇനിയും വേണം. ഇത് നമ്മുടെ കുഴപ്പമല്ല. നമ്മുടെ മനസ്സിൽ നമ്മുടെ സമൂഹം, ഈ മാധ്യമം, ഈ മാഫിയ, ഈ ഇലുമിനേറ്റിയാണ് ഇത് കുത്തിവെച്ചിരിക്കുന്നത്. നമ്മൾ അവരുടെ അടിമകളാണ്. നമ്മൾ അറിയുന്നില്ല. നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുന്ന അവരാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിനാണ് ഞാൻ ഈ ഒരു പ്രഭാഷണത്തിലൂടെ ആക്കിയിട്ടിരിക്കുന്നത്. ഇത് എനിക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും ബാധകമാണ്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ആത്മീയതയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവരോടൊന്നും പറയണ്ട. അവർ ഈ മേഖലയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. താങ്ക് യു.